ഹായ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണതേ നെയ്മീൻ മേടിച്ചിട്ടുണ്ട്. നെയ്മീൻ വെച്ചിട്ട് ഒരു ഫിഷ് മോള്. അതിന് വേണ്ട സാധനങ്ങൾ: 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, 10 ഉള്ളി ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു അര കഷ്ണം ഇഞ്ചി, 2 പട്ട കഷ്ണം, 1 ഏലക്ക, 2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി ഇല്ല കേട്ടോ, കുരുമുളക് പൊടി വെച്ചാണ് പച്ചമുളകും വെച്ചാണ് ചെയ്യണത്. 4 നെയ്മീൻ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ച് വറുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം നമുക്ക് ബാക്കി എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇതിന് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കുറുകനെയുള്ള പാലായിരിക്കണേ. നമുക്ക് ചട്ടി ചൂടായി 2 കഷ്ണം പട്ട, 1 ഏലക്ക, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് പട്ട, ഗ്രാമ്പു, ഏലക്ക. കുറച്ച് ഓയിൽ കൂടെ ഒഴിക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാം. ഗ്രാമ്പും ഇതും ഒന്ന് പട്ടയും ഏലക്കയും ഒന്ന് ഇതാവട്ടെ. നമുക്കിതിൽ ഇഞ്ചി ചേർക്കാം. നമുക്കിനി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണം. 10 വട്ടത്തിലരിഞ്ഞത്, 5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ കൂടെ പിന്നെ ഫിഷ് മോളുടെ കൂടെ കഴിക്കാൻ നമുക്ക് ഇടിയപ്പോ വെള്ളയപ്പോ നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നെയ്മീൻ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി, കുരുമുളക് പൊടി കഴിക്കാത്തവർ വേണ്ടാന്ന് വയ്ക്കുക. നമുക്ക് പച്ചമുളകിൽ തന്നെ ചെയ്യാം കേട്ടോ. ചിലർക്ക് കുരുമുളക് പൊടി അത്ര ഇഷ്ടമല്ലാത്തൊരു കേസാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഇതാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. നല്ലോണം വഴണ്ടേ. നമുക്കിതിൽ 2ാം പാല് ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാവേ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂണ് വിനാഗിരി, മീനിൻ്റെ അളവനുസരിച്ചാണ് പുളി ചേർക്കണത്. ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർക്കാവേ. മീൻ കുറച്ചുള്ളതുകൊണ്ട് എല്ലാം കുറവാണ്.
നല്ല കുറുകനെ ഇരിക്കണേ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിപ്പൊടി മൊരിയിക്കൂല, പച്ചനെ ചേർക്കൂളേ. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്, മുളക് പൊടി ചേർക്കില്ല. ഉപ്പിട്ടാൻ നോക്കാം. ഒരുപാട് തിളപ്പിക്കേണ്ടത്. നമുക്ക് ഈ മീൻ ഇതിലോട്ട് ഇടാതെ. മീൻ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട, ഒരു 3 മിനിറ്റ് കൊണ്ട് അപ്പുറവും ഇപ്പുറവും കുക്ക് ചെയ്തെടുക്കാനുള്ള. നമുക്ക് ഇതിൻ്റെ പുറത്ത് തക്കാളി ഇട്ടാൽ ഈ കറിവേപ്പില ഇടാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മതി കേട്ടോ. ഇത് ഒരുപാട് തിളക്കരുത്, തിളച്ചാൽ പിരിഞ്ഞു. തേങ്ങാപ്പാലല്ലേ, നല്ല സ്മെല്ലട്ടോ. ഇന്നലെ ഞാനും മത്തങ്ങയുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ മത്തങ്ങ പറയാൻ വിട്ടുപോയി കേട്ടോ. ആദ്യം മത്തങ്ങ കിണ്ണത്തപ്പം ഒന്നും പറയാൻ ഇട്ടത്. പക്ഷേ ഞാൻ 1/4 കിലോ പച്ചരി, ശർക്കര, തേങ്ങ, ജീരകം എന്നൊക്കെ പറഞ്ഞിട്ട് മത്തങ്ങ പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ സോറി. എല്ലാവരും വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു കുഞ്ഞ് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഇതായേ ഫിഷ് മോൾക്ക് ഇടിയപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം കേട്ടോ. ചപ്പാത്തി ഒന്നും ചെയ്യില്ല. ഇത് നല്ല ചൂട് ഇടിയപ്പവും നെയ്മീൻ ഫിഷ് മോളി. നെയ്മീൻ ഞാൻ കുരുമുളകിലാണ് കേട്ടോ ചെയ്തേക്കണത്. നല്ല സ്മെല്ല് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ നല്ല എരിവുണ്ട് കേട്ടോ. പച്ചമുളക് ചേർത്ത് നമ്മുടെ എരിവില്ലായ്മയൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അടച്ചു വയ്ക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ലോണം കുക്കാവും. അപ്പം നല്ല ചൂടാണ്. ആ കുരുമുളകിൻ്റെ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഫ്ലേവർ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. അപ്പം
എല്ലാം ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ.